നമസ്കാരം. മനുഷ്യൻ എന്നും ആകാശത്തിലെ അത്ഭുതങ്ങളെ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വിശാലമായ പ്രപഞ്ചത്തിൽ നാം തനിച്ചാണോ എന്ന ചോദ്യം ശാസ്ത്രജ്ഞരെയും സാധാരണക്കാരെയും ഒരുപോലെ അലട്ടുന്ന ഒന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കൗതുകം എപ്പോഴും ചുവന്ന ഗ്രഹമായ ചൊവ്വയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ചൊവ്വയിൽ നിന്ന് പുറത്തു വരുന്ന ചില ചിത്രങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. നാസയുടെ റോവറുകൾ പകർത്തിയ ചിത്രങ്ങളിൽ ചിറകുകളുള്ള പ്രാണികളെയും പല്ലികളെപ്പോലെയുള്ള ജീവികളെയും കണ്ടു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുകയുണ്ടായി. ഇത്തരം വാർത്തകൾ ശാസ്ത്രലോകത്തെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ സജീവമായ താല്പര്യങ്ങൾ ഇത്തരം വാർത്തകളെ പെട്ടെന്ന് തന്നെ സ്വീകാര്യമാക്കുന്നതിന് കാരണമാകുന്നു. എന്നാൽ ശാസ്ത്രീയമായ പിൻബലമില്ലാത്ത ഇത്തരം നിരീക്ഷണങ്ങളെ ഗൗരവകരമായി കാണുവാൻ ഗവേഷകർക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ചൊവ്വയിൽ ജീവനുണ്ടെന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾക്ക് ആക്കം കൂട്ടിയത് വില്യം റോമോസർ എന്ന കീടശാസ്ത്രജ്ഞൻ്റെ നിരീക്ഷണങ്ങളാണ്. നാസയുടെ ക്യൂരിയോസിറ്റി റോവർ പകർത്തിയ ചിത്രങ്ങളിൽ ചില പ്രാണികളുടെയും പല്ലുകളുടെയും രൂപങ്ങൾ കാണാമെന്ന് അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. ഈ ചിത്രങ്ങളിൽ ചിറകുകൾ, കാലുകൾ തുടങ്ങിയ ശരീരഭാഗങ്ങൾ വ്യക്തമാണ് എന്നും ചില ജീവികൾ ചലിക്കുന്നതായും തോന്നുന്നുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. അമേരിക്കയിലെ എൻഡമോളജിക്കൽ സൊസൈറ്റിയുടെ സമ്മേളനത്തിൽ അദ്ദേഹം ഈ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭ്യമായതോടെ ഇത്തരം അവകാശവാദങ്ങൾ വീണ്ടും ശക്തമായി. ഒരുപക്ഷേ ചൊവ്വയിൽ ജീവൻ ഉണ്ടെന്ന പ്രത്യാശ തന്നെയാകാം ഇത്തരം വാർത്തകളെ ഇത്രയധികം ശ്രദ്ധേയമാക്കുന്നത്. എങ്കിലും ഇത്തരം അവകാശവാദങ്ങളെ ശാസ്ത്രലോകം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇതിന് പ്രധാന കാരണം പെരിഡോളിയ എന്ന മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ്. മനുഷ്യൻ്റെ തലച്ചോറ് ക്രമരഹിതമായ രൂപങ്ങളെ പരിചിതമായ വസ്തുക്കളായി വ്യാഖ്യാനിക്കുവാൻ പ്രവണത കാണിക്കുന്ന രീതിയാണിത്. ഉദാഹരണത്തിന്, ആകാശത്തിലെ മേഘങ്ങളിൽ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും മുഖങ്ങൾ കാണുന്നതും പാറക്കൂട്ടങ്ങളിൽ ജീവികളെ ദർശിക്കുന്നതും ഈ പ്രതിഭാസം മൂലമാണ്. ചൊവ്വയിലെ പരുക്കൻ പ്രതലങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളായി കാറ്റും പൊടിയും മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം രൂപപ്പെട്ടതാണ്. ഈ പാറകൾക്ക് സ്വാഭാവികമായും ജീവികളുടെ രൂപസാദൃശ്യം തോന്നാം. അല്ലാതെ ചൊവ്വയിൽ ജീവനുള്ള പ്രാണികളോ മറ്റ് മൃഗങ്ങളോ ഉണ്ടെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ കേവലം പാറക്കൂട്ടങ്ങൾ മാത്രമാണെന്ന് പലതവണ തെളിയിക്കപ്പെട്ടതുമാണ്. നാസയുടെ ദൗത്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചൊവ്വയിൽ പ്രാണികളെ കണ്ടെത്തുകയല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടെ സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുകയാണ് ശാസ്ത്രജ്ഞർ ചെയ്യുന്നത്. ചൊവ്വയിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പെർസിവറൻസ് റോവർ കണ്ടെത്തിയ ചേയവ ഫാൾസ് പോലെയുള്ള കണ്ടെത്തലുകൾ പുരാതന കാലത്ത് സൂക്ഷ്മജീവികൾക്ക് ജീവിക്കാൻ ആവശ്യമായ രാസപ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകാം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജൈവവസ്തുക്കളുടെ സാന്നിധ്യവും പാറകളിൽ കാണുന്ന ചില പ്രത്യേക ഘടനകളും ചൊവ്വയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വലിയ അറിവുകൾ നൽകുന്നുണ്ട്. എങ്കിലും അത് പ്രാണികൾ അല്ലെങ്കിൽ മൃഗങ്ങൾ അവിടെ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവല്ല. ചൊവ്വയിലെ ജീവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുക എന്നത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി മാറും. പ്രാണികളെയും പല്ലുകളെയും കണ്ടെത്തിയെന്ന തരത്തിലുള്ള വാർത്തകൾ ഒരുപക്ഷെ ശാസ്ത്രീയതയില്ലാത്ത കെട്ടുകഥകൾ മാത്രമായിരിക്കാം. എങ്കിലും ഈ ഗ്രഹത്തെക്കുറിച്ച് നാം നടത്തുന്ന പഠനങ്ങൾ വരും തലമുറകൾക്ക് അത്ഭുതകരമായ അറിവുകൾ നൽകുന്നു. ശാസ്ത്രം തെളിവുകൾക്ക് മുൻഗണന നൽകുന്ന ഒന്നാണ്, വെറും കാഴ്ചകൾക്ക് അതിന് സ്ഥാനമില്ല. ചൊവ്വയിലെ പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നതായി തോന്നുന്ന ജീവികൾ നമ്മുടെ ഭാവനകൾ മാത്രമാണ്. എന്നാൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ ജീവൻ്റെ അംശങ്ങൾ കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ പ്രയാണത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിഗൂഢതകൾ ഒന്നൊന്നായി ചുരുളഴിക്കുമ്പോൾ സത്യം ഭാവനയേക്കാൾ വിസ്മയകരമായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുവരെ ശാസ്ത്രീയമായ ബോധ്യങ്ങളോടും തെളിവുകളോടും കൂടി മാത്രം ഈ വിശാലമായ പ്രപഞ്ചത്തെ നോക്കിക്കാണുവാൻ നമുക്ക് ശ്രമിക്കാം. വെബ് ഡെസ്ക് തത്വമൈ TV.